ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗും ഫാർമസിയും ഒക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഏറ്റവും പുതിയ വാർത്തകൾക്ക്, അഡ്മിഷൻ സപ്പോർട്ടുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ തന്നെ കീം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഇറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ബൈ ടുഡേ. അതായത് ജൂലൈ 6 അവർ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അതിൻ്റെ ഒരു പോപ്പപ്പ് കൂടി അവരുടെ CE വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ജൂലൈ 6 അവരുടെ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട്, ഇന്നും കൂടി സമയമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്ഷൻസ് വയ്ക്കാൻ ഇന്ന് വൈകുന്നേരം കൂടി ടൈമുണ്ട്. 4 മണിയോ 5 മണിയോ ആണ് കറക്റ്റ്. നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം, പ്രിന്റ് ഔട്ട് എടുക്കാം, പേയ്മെന്റ് ചെയ്ത് അത് ഉറപ്പുവരുത്താം. അതിനുശേഷം ഈ 6 തീയതി എന്ന് പറയുന്നത് ഇന്ന് രാത്രിക്കകത്ത് തന്നെ, ഇന്ന് ഈവനിങ്ങിന് ശേഷം തന്നെ നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ട്രയൽ അലോട്ട്മെന്റ് ഒഫീഷ്യലായിട്ട് തന്നെ CE വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് കൊടുക്കുമ്പോൾ നമ്മുടെ +1 അലോട്ട്മെന്റിലൂടെ ഒക്കെ കടന്നു വന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ കോളേജുകളാണ് നിങ്ങളുടെ എത്രാമത്തെ ഓപ്ഷനാണ്, ആ പ്രയോറിറ്റി ഓപ്ഷനാണ് ഇപ്പോൾ ട്രെയിനിൽ കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ട്രെയിനിൽ കിട്ടിയ കോളേജുകൾ തന്നെ കിട്ടാനുള്ള, ഫസ്റ്റിലും കിട്ടാനുള്ള ചാൻസുകളുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അത് മാറി വരാനും സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ട്രെയിൽ എന്ന് പറയുന്നത് ഒരു ഡെമോ പ്രൊസീജിയർ മാത്രമാണ്. ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ആക്ച്വൽ അഡ്മിഷൻ പ്രൊസീജിയറിലേക്കും ടെമ്പററി അഡ്മിഷൻ വേണോ, അതായത് നമ്മൾ പെർമനന്റ് ആയിട്ട് അവിടെ തന്നെ എടുത്തിട്ട് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇതിന്റെ ഇടയിൽ ഹയർ ഓപ്ഷൻസിന്റെ ഒക്കെ എഡിറ്റിംഗ്, അതിന്റെ നോട്ടിഫിക്കേഷൻസും ഒഫീഷ്യലായിട്ട് CE വെബ്സൈറ്റിൽ തന്നെ വരും. കാത്തിരിക്കുക. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ജസ്റ്റ് കമന്റിൽ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ തോട്ട് എന്ന് കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. ബൈ.